ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പം ഞാൻ രാവിലെ എണീച്ച് എല്ലാ ഒരുക്കുമാനങ്ങളെല്ലാം കഴിഞ്ഞ് പണിക്ക് പുറപ്പെട്ടു. ഇപ്പം തന്നെ ഭയങ്കര വെയിലായി. അപ്പോൾ എന്തൊരു വെയിൽ! നമ്മളെപ്പോലെയുള്ള പാവങ്ങൾ എങ്ങനെ തന്നെ ഈ വെയിലത്ത് പണിയെടുത്ത് ജീവിക്കുന്ന അറിയില്ല. ചൂട്ട് വന്ന് മുഖത്ത് കൊണ്ടുവന്ന് കാണിക്കും പോലെയുള്ള ചൂടാണ്, അമ്മാതിരി ചൂടാണ്. നമ്മളെപ്പോലെ പാവങ്ങൾ എങ്ങനെ തന്നെ ഈ വെയിലത്ത് പണിയെടുത്ത് ജീവിക്കുന്ന അറിയില്ല. ഇനി 2 മാസത്തോളം സഹിക്കണ്ടേ എൻ്റെ അമ്മോ. ഇതാ ഇപ്പം തന്നെ വെയിലായി. ഒന്ന് നോക്കി ഒന്ന് കാണിച്ച്. ഇതാ ഭയങ്കരമായ വെയിലായി. ഇതാണപ്പം നമ്മുടെ പരിസരങ്ങൾ ഒക്കെ മഴയില്ലാതെ വിഷു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴ പെയ്യുന്നതാണ്. കണ്ടില്ലേ, മൊത്തം ഉണങ്ങി മൊരിഞ്ഞ് കിടക്കണം. ഇതാണ് നമ്മുടെ പരിസരം. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ വിഷു കഴിഞ്ഞ മഴ പെയ്തിട്ട് ഒന്ന് പച്ച പിടിക്കുന്നതാണ്. വിഷു കഴിഞ്ഞ മഴയുമില്ല, പാടങ്ങൾ പൂട്ടലുമില്ല, ചാണകം കൊണ്ടുപോയി ഇടലുമില്ല. അപ്പോൾ ഒന്നുമില്ല, കാലാവസ്ഥയെല്ലാം മാറിപ്പോയി. കണ്ടില്ലേ, ഈ സമയത്തൊക്കെ പൂട്ടി ഒക്കെ വിതയ്ക്കേണ്ട സമയമാണ്. വിതയ്ക്കല്ല, ഇപ്പോൾ പൂട്ടിയിടും. പൂട്ടി വളങ്ങളൊക്കെ ഇടും, കട്ടയൊക്കെ തല്ലും പാടത്തെ. വിതയ്ക്കേണ്ട സമയമല്ല, വിതയ്ക്കാൻ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടല്ലേ വിതയ്ക്കുക. അപ്പോൾ തന്നെ നല്ല വെയിലായി. ഒരു 9 മണിയാകുമ്പോഴേക്കും നിൽക്കാൻ പറ്റില്ല. അമ്മോ, ട്രെയിൻ പോകണ കണ്ടില്ലേ നമ്മുടെ അവിടെ. ക്രോസ് കിടക്കണം ഇനി. ട്രിച്ചി വണ്ടിയാണിത്, പാസഞ്ചർ. ഇതിനിപ്പോൾ കഞ്ചിക്കോട് സ്റ്റേഷനിൽ നിൽക്കും. അവിടെ നിറയെ ഉണ്ടാവും. കോയമ്പത്തൂർ പണിക്ക് പോകുന്ന ആൾക്കാർ ഇഷ്ടത്തിനുണ്ടാവും. അപ്പോൾ പോയിട്ട് വല്ല അരിക്കാസ് ഉറപ്പിക്കട്ടെ. അരിക്കാസ് വല്ലതും ഉണ്ടാക്കട്ടെ. വെയിൽ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പാവങ്ങളായി ജനിച്ചു പോയില്ലേ, ഒരു രക്ഷയില്ല. ഇപ്പോൾ ട്രാക്ക് കിടക്കുകയാണ്. കുറച്ച് അപ്പുറത്തെ വണ്ടി നിർത്തിയിരിക്കുന്നു. ഇതേ ഇങ്ങനെ പോകണം. എല്ലാം ഉണങ്ങിക്കിടപ്പാ. ഈ സമയത്ത് മഴ പെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് പച്ചപ്പാകേണ്ട സമയമാണ്. ഒരു 2 നല്ല മഴ പെയ്ത ഭൂമിക്കുളിരോളം ഒന്ന് പെയ്ത ചൂടൊന്ന് കുറയും. അപ്പം ഞാൻ എൻ്റെ വണ്ടിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന വീടുകളുടെ പരിസരത്ത് കുറച്ച് മാവ് മരമൊക്കെ ഉണ്ട്. അതുകൊണ്ടൊരു ചെറിയൊരു തണലാണ്, സമാധാനം. ഈ റോഡ് നേരെ ബൈപ്പാസിലേക്ക് പോകും. ബൈപ്പാസ് കടന്നു മുറിച്ചാൽ കഞ്ചിക്കോട്. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടി നിൽക്കണം. വണ്ടി എടുത്തിട്ട് നല്ല യാത്രയാകട്ടെ. അപ്പോൾ കാണാം അടുത്ത വീഡിയോസിൽ. ഓക്കെ.